ഹലോ. ഒരു ജോലിക്ക് വേണ്ടി 50 ലക്ഷം രൂപ വരെയും കെട്ടിവെച്ച് ഒരു 30,000 രൂപ ശമ്പളം 40,000 രൂപ ശമ്പളം മേടിക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ കെട്ടിവെക്കുന്ന ഈ നാട്ടിൽ ഇവിടെ നിന്ന് മണലാരണ്യത്തിൽ പോയി ഗൾഫിലും മറ്റും കുടുംബത്തെ ഇവിടെ വിട്ടിട്ട് ഒരു 25,000 രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ നാട്ടിൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെയാണെങ്കിലും അവിടെ പോയി കൂലിപ്പണി ചെയ്ത് അവിടുത്തെ താഴെ പാവപ്പെട്ടവനായി ജീവിക്കുന്ന മനുഷ്യർ ഉള്ള ഈ നാട്ടിൽ വെറും നിസ്സാരമായ 4-5 ലക്ഷം രൂപ മുടക്കിയിട്ട് ആ തുക പലിശ സഹിതം തിരിച്ചു കിട്ടുകയും മാസം 3 ലക്ഷം രൂപ ലാഭം കൊയ്യുകയും ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമാണോ? അതേക്കുറിച്ച് അതൊരു സങ്കല്പകഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ വ്യവസായികൾ പൊതുവെ 3 അല്ല 30 ലക്ഷം കൊയ്ത് ജീവിക്കുന്നവരാണ് ഈ നാട്ടിൽ. ശ്രദ്ധിച്ച് കേൾക്കുക, ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. ബീഫ് ഫൈബറിങ് മില്ല് തുടങ്ങുന്നതിന് അനേക ആളുകൾ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും താല്പര്യപ്പെട്ട് വരികയുണ്ടായി. അപ്പോൾ അവർക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് അതിൻ്റെ ലാഭക്കണക്ക് ഒന്നുകൂടെ വ്യക്തമായി കിട്ടുകയാണെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദമാക്കുകയാണ്. നിങ്ങൾ തുടങ്ങേണ്ടത് 2 ടൈപ്പ് മില്ലുകളാണ്. ഒന്ന് കുറച്ച് മുതൽ മുടക്കൽ കൂടുതലുള്ളതും മറ്റൊന്ന് ചെറിയ തോതിലുള്ള ഒരു മില്ലും. ഒന്നാമത്തെ ഐറ്റം മണിക്കൂറിൽ 3000 തൊണ്ട് അടിക്കുന്നതിന് കപ്പാസിറ്റി ഉള്ളത് ഒരു മെഷീനാണ്. അത് ഒരു ദിവസം ശരാശരി ഒരു 15,000 തൊണ്ട് അടിക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ മതി. അതിൽ കൂടുതൽ അടിക്കാം, പക്ഷെ 15 എടുത്താൽ മതി മിനിമം. ആ 15,000 തൊണ്ടിന് ഒരു തൊണ്ടിന് പരമാവധി 1.5 രൂപ വരെ വില. 1 രൂപയ്ക്ക് കിട്ടും. 1.5 രൂപ നമ്മൾ പരമാവധി വില എടുക്കാം. കറണ്ട് ഒരു ദിവസം 1000 മുതൽ 1200 രൂപ വരെ. ജോലിക്കാർ 10 പേര്, പരമാവധി 600 രൂപ കൂലി വെച്ച് 6000 രൂപ. അങ്ങനെ ഒരു ദിവസം ചെലവ് 30,000-ഓളം രൂപ. 15,000 തൊണ്ട് ഒരു ദിവസം അടിച്ചെടുക്കുന്നതിന് നല്ല മെഷീനിൽ നല്ല ഫൈബർ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ മെഷീൻ മോശമാണെങ്കിൽ ഫൈബർ മോശമാണ്. ഫൈബർ മോശമാണെങ്കിൽ നിങ്ങൾ ഇത് ആരും എടുത്തെന്ന് വരികയില്ല. അതുകൊണ്ട് നല്ല ഫൈബറാണെങ്കിൽ ആളുകൾ പിടിച്ചു വലിയായിരിക്കും. അതുകൊണ്ട് നല്ല ഫൈബർ ആകണമെങ്കിൽ നല്ല മെഷീനായിരിക്കണം. ആ കാര്യം ഉറപ്പ് വരുത്തിയിരാം. അപ്പോൾ നിങ്ങളുടെ ചിലവ് 30,000 രൂപ ഒരു ദിവസം. ആ ഒരു ദിവസം കിട്ടുന്ന ആദായം 1000 തൊണ്ടിൽ നിന്ന് 80 കിലോയിൽ കുറയാതെ ചകിരി കിട്ടും. അതിൽ കൂടുതൽ കിട്ടും എങ്കിൽ ശരാശരി 80. അത് വെച്ച് നിങ്ങൾ 15,000 തൊണ്ടിൽ നിന്ന് 1200 കിലോ ചകിരിക്ക് മാർക്കറ്റ് വില 24 രൂപയുണ്ട്. അത് ഇനിയും വില കൂടാൻ സാധ്യതയുണ്ട്. 24 രൂപ നല്ല ചകിരിക്ക്. അങ്ങനെ 28,800 രൂപ നിങ്ങൾക്ക് ചകിരിയിൽ തന്നെ കിട്ടുന്നു. നിങ്ങളുടെ മുടക്ക് പരമാവധി 30,000 രൂപയാണ്. ചകിരിയിൽ തന്നെ 28,800 രൂപ കിട്ടി. ചകിരിച്ചോറ് 3000 കിലോ എങ്കിലും വരും, അതിൽ കൂടുതൽ വരും. 3000 കിലോ ചകിരിച്ചോറ് അതേപടി തൂക്കി കൊടുത്താൽ 5 രൂപ കണക്കിന് തൂക്കി കൊടുത്താലും 15,000 രൂപ കിട്ടും. ആ ചകിരിച്ചോറ് നിങ്ങൾക്ക് വളമാക്കിയാൽ അത് ഒരു 15 രൂപ വിലയ്ക്ക് സുഖമായിട്ട് വിൽക്കാം. പക്ഷേ മിനിമം കാര്യമാണ് പറയുന്നത്. 3000 കിലോ ചകിരിച്ചോറ് 5 രൂപ വിലയ്ക്ക് വിൽക്കുന്നു, 15,000 രൂപ. അങ്ങനെ ആകെ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നത് ഫൈബറിൽ നിന്ന് 28,800-ഉം ചകിരിച്ചോറിൽ നിന്ന് 15,000-ഉം, അങ്ങനെ 43,800 രൂപ. നിങ്ങളുടെ മുടക്ക് 30,000 രൂപ. ലാഭം ഏകദേശം 14,000 രൂപ ഒരു ദിവസം. അങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം 25 ദിവസം ജോലി ചെയ്യാം. 25 ദിവസം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3,50,000 രൂപ. ഇനി അഥവാ അത് 20 ദിവസമായി കുറഞ്ഞു പോയാൽ തന്നെ നിങ്ങൾക്ക് 2,80,000 രൂപ ആ ഗ്രോസ് പ്രോഫിറ്റായിട്ട് ലാഭമായിട്ട് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ 2.80 മുതൽ 3.5 ലക്ഷം രൂപ വരെ
മാസം. ഇനി ഇതിൻ്റെ ചിലവ്, മെഷീൻ്റെ വില 15 ലക്ഷം രൂപ എന്ന് എടുക്കുന്നു. കെട്ടിടം 3000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പരമാവധിയാണ്. അത് 1000 മുതൽ അത്യാവശ്യം മാനേജ് ചെയ്യാമെങ്കിലും 3000-ൻ്റെ കെട്ടിടത്തിനാണെങ്കിൽ തന്നെ അതിന് 15 ലക്ഷം രൂപ വിലയിട്ടിരിക്കുക. 5 ലക്ഷം മതിയാവും. 5 ലക്ഷത്തിൽ മാനേജ് ചെയ്തൊരു കെട്ടിടം ഉണ്ടാക്കാമെങ്കിലും ഈ മെഷീൻ്റെ വില ചിലപ്പോൾ വലിയ മെഷീനാണെങ്കിൽ 20 ലക്ഷം രൂപ 22 ലക്ഷം രൂപ വരെയൊക്കെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ബാക്കി 8 ലക്ഷം രൂപ കെട്ടിടത്തിനായി കൂട്ടിയാൽ മതി. അല്ലെ ചില കേസുകളിൽ സ്ഥലം പാട്ടത്തിനെടുക്കാനുള്ള ചിലവ് അതിനകത്ത് കൂട്ടിയേക്കാം. അപ്പോൾ ഒന്നുകിൽ മെഷീൻ്റെ വില, അല്ലെ കെട്ടിടത്തിൻ്റെ വില കൂടി, അല്ലെങ്കിൽ സ്ഥലം പാട്ടത്തിനെടുക്കുന്നതിൻ്റെ ചിലവുകൾ കൂടി. എങ്ങനെ വന്നാലും ഈ സ്ഥലം പാട്ടത്തിന്, അല്ലെ വാടകയ്ക്ക്, അല്ലെ സ്വന്തം കെട്ടിടം എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. പിന്നെ മെഷീൻ, ഇത് മൂന്നിനോട് കൂടി 30 ലക്ഷം രൂപ അങ്ങേയറ്റം നമ്മൾ ചിലവാകാവുന്നത് കൂട്ടിയിരിക്കുകയാണ്. ആ 30 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് 5 ലക്ഷം രൂപ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം മാർജിനായിട്ട് ഇടണം. ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ ലോൺ, അല്ലെങ്കിൽ 30 കൊടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലാത്തവർ 5 ലക്ഷം രൂപ മാർജിനിട്ട് 25 ലോണും എടുത്ത് തുടങ്ങുന്നു. തുടങ്ങി കഴിയുമ്പോൾ മെഷീൻ്റെ വിലയുടെ പകുതിയും കെട്ടിടത്തിൻ്റെ കൂടെ കൂട്ടി നമുക്ക് ഒരു 10 ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ 30 നമ്മുടെ ആകെ മുടക്ക്, അതിൽ 10 ലക്ഷം രൂപ തിരികെ കിട്ടി. ബാക്കി വരുന്ന 20 ലക്ഷത്തിന്, 20 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ 5 രൂപ മുടക്ക് ഉൾപ്പെടെയാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മൾ മുടക്കിയതിന് നമുക്ക് തിരികെ അതിൻ്റെ മുതലും പലിശയും കൊണ്ട് നമുക്കും തരിക, ബാങ്ക് മുടക്കിയതിനും ബാങ്കിനും കൊടുക്കുക. അങ്ങനെയാണ് തന്നെയുള്ള കണക്കായി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നീട് ഫലത്തിൽ ഒരു മുടക്കവുമില്ല. ഈ മുടക്കിയതിൽ നിങ്ങൾക്ക് പലിശയും മുതലോട് തിരികെ തരിക. അപ്പോൾ ആകെ പിന്നെ അവശേഷിക്കുന്ന 20 ലക്ഷത്തിന് നിങ്ങൾ ഒരു മാസം മുതലും പലിശയും കൂടെ 50,000-ഓളം രൂപ അടച്ചാൽ മതി പരമാവധി. അപ്പോൾ ഈ 50,000 രൂപ തിരികെ അടയ്ക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ മുടക്കിയതിൻ്റെ മുതലും പലിശയുണ്ട്, ബാങ്ക് ലോണിൻ്റെ മുതലും പലിശയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം 3.5 ലക്ഷം രൂപ വരെ. അത് ഇനി 2.5 ആണെങ്കിലും കുഴപ്പമില്ല, 2.5 മുതലും 3.5 വരെ. അതിൽ നിന്ന് ഒരു 50,000 രൂപ മാസം നിങ്ങൾ ഈ കടം വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ ചുരുങ്ങിയത് 2 ലക്ഷം രൂപ ഒരു മാസം നിങ്ങളുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓർക്കണം, നിങ്ങൾ മുടക്കിയത് നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ച് കിട്ടുന്നുണ്ട്. പണിക്കാർ 10 പേർക്ക് സ്ഥിരം കൂലി കൊടുക്കാനൊക്കെ ഒന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ലക്ഷമോ 3 ലക്ഷമോ രൂപ ലാഭം കിട്ടും. ഇനി ചെറിയൊരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാം. ഇത്രയും വലിയ ഒരു മണിക്കൂറിൽ ഒരു ദിവസം 15,000 തൊണ്ടൊക്കെ അടിക്കാനായിട്ട് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ചെറിയ മെഷീൻ, 10 HP മോട്ടറിൻ്റെ ഒരു മെഷീൻ, അത് മെഷീൻ കമ്പനി നേരത്തെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഓർഡർ കൊടുത്താൽ ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാക്കി തരുമെന്ന് കരുതുന്നു, അല്ലെ പ്രൈവറ്റ് മെഷീൻ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മെഷീനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അതിൻ്റെ കപ്പാസിറ്റി 3000 തൊണ്ട്. 3000 തൊണ്ട് ഒരു ദിവസം അടിക്കുന്നു. തൊണ്ടിൻ്റെ വില 4,500 രൂപ. 3000 തൊണ്ടിന് 1.5 രൂപ വെച്ച് 4,500 രൂപ. പണിക്കൂലി 3 പേര് മതി. അതിന് 3 പേർക്ക് 600 രൂപ വെച്ച് അങ്ങേയറ്റത്തെ കൂലിയാണ് ഈ മേഖലയിൽ. 1,800 രൂപ. കറണ്ട് അതിന് 500 രൂപ. അങ്ങനെ ഒരു ദിവസം 6,800 രൂപ നിങ്ങൾക്ക് മുടക്കാം. കിട്ടുന്നത് 3000 തൊണ്ടിന് 240 കിലോ ഫൈബർ കിട്ടും. അതിൻ്റെ വില 24 വെച്ച് 5,760 രൂപ. ചൈരിച്ചോറ് 600 കിലോ കിട്ടും. അതിന് 5 രൂപ വെച്ച് വിറ്റാൽ തന്നെ 3000 രൂപ കിട്ടും. അങ്ങനെ 8,760 രൂപ നിങ്ങൾക്ക് കിട്ടും. 8,760 രൂപ നിങ്ങൾക്ക് കിട്ടുന്നു. 6,800 രൂപ നിങ്ങൾ മുടക്കുന്നു. 1,960 രൂപ നിങ്ങൾക്ക് ലാഭം. അത് 20 ദിവസത്തേക്ക്, ഒരു മാസം 20 ദിവസം എന്ന് കൂട്ടിയാൽ പോലും നിങ്ങൾക്ക് 39,200 രൂപ ലാഭം കിട്ടും. 25 ദിവസം ചെയ്യാൻ പറ്റും. 25 ദിവസം ചെയ്താൽ 50,000-ഓളം രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു.
ഒരു മാസത്തെ നിങ്ങളുടെ ഈ ചെറിയ മെഷീനാണെങ്കിൽ നിങ്ങളുടെ ലാഭം 50,000-ഓളം രൂപ വരുന്നു. ഇനി അതിന് മുടക്കെന്ന് പറയുന്നത് മെഷീൻ്റെ വില 3 ലക്ഷം രൂപ, ഷെഡിന് ഒരു 3 ലക്ഷം രൂപ കൂട്ടുക, അങ്ങനെ ആകെ 6 ലക്ഷം രൂപ. ഈ 6 ലക്ഷം രൂപയാണ് മുടക്കുക. അതിനകത്ത് നിങ്ങളുടെ വിഹിതമായിട്ട് 1 ലക്ഷം രൂപ ഇടുന്നു കഴിയുന്നു, ബാക്കി 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അപ്പോൾ 5 1 6 മുടക്കി അങ്ങനെ തുടങ്ങുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീൻ്റെ വിലയും കെട്ടിടത്തിൻ്റെ സബ്സിഡിയുടെ കൂടി ഒരു 2.5 ലക്ഷം രൂപ തിരികെ കിട്ടും. 6 ലക്ഷം രൂപ ആകെ മുടക്ക്, 2.5 തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 3.5 ലക്ഷം രൂപ. ആ 3.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങൾ മുടക്കിയതും ബാങ്ക് മുടക്കിയതും ഒക്കെ ഉൾപ്പെടെയാണ്. അത് നിങ്ങൾക്കും ബാങ്കിനും ആ മുതലും പലിശയും തരുന്നാൽ തന്നെ ഒരു മാസം നിങ്ങൾ ഇറക്കേണ്ടത് മുതലും പലിശയും കൂടെ 9,000 രൂപയോളമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം 40,000 മുതൽ 50,000 വരെ. നിങ്ങൾ മുടക്കേണ്ടത് തിരികെ ബാങ്കിൻ്റെ ലോൺ അടയ്ക്കേണ്ടത് 9,000-ഓളം രൂപ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണേലും നിങ്ങൾക്ക് ഒരു 30,000 രൂപ മുതൽ 40,000 രൂപ വരെ നിങ്ങൾക്ക് അറ്റ ലാഭമായിട്ട് ഈ വ്യവസായത്തിൽ ആകെ മുടക്ക്. അപ്പോൾ ആകെ ഇത്രയും നിസ്സാരമായി മുടക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം ഒരു 30,000 രൂപ അറ്റ ലാഭം കിട്ടാം. 3 പണിക്കാർക്ക് കൂലി കൊടുക്കാൻ സാധിക്കും. മാസം 30,000 രൂപ ഉണ്ടാക്കാം. നിങ്ങളുടെ മുടക്കിയ ആകെ 1 ലക്ഷം രൂപ അത് നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചെടുത്തു. ബാങ്കിൻ്റെ പൈസ ബാങ്കിന് പലിശയും മുതലും കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് 30,000 രൂപ ഉണ്ടാക്കാം. ഈ 30,000 എന്നുള്ളത് ഈ ചകിരിച്ചോറ് 5 രൂപയ്ക്ക് വിൽക്കുമ്പോഴുള്ള കാര്യമാണ്. ആ ചകിരിച്ചോറ് നിങ്ങൾ വളമാക്കാൻ സാധിക്കും. വളമാക്കി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 15 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ ഇതിൻ്റെ ലാഭം വീണ്ടും കൂടും. ഇത് നടത്താൻ കഴിവുള്ളവർ നടത്തിയാൽ മതി. നടത്താൻ കഴിവുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരാശയം തന്നാൽ, ഒരു കഥ തന്നാൽ അതിനെ കഴിവുള്ളവൻ അതിനെ വികസിപ്പിച്ച് ഒരു സിനിമയാക്കും. അല്ലാതെ കഥ കൊടുത്തിട്ട് ഇനി ഓരോ വരിയും അത് തിരക്കഥ എഴുതിക്കുക അവരെ കൊണ്ട് കയ്യെ പിടിച്ച് എഴുതിക്കാൻ പറ്റിയില്ല. തിരക്കഥ എഴുതാൻ കഴിവുള്ളവനാണെങ്കിൽ ഒരു കഥ കിട്ടിയാൽ അതിനെ വികസിപ്പിച്ച് തിരക്കഥയാക്കും. അല്ലാതെ ഒരാൾ ചോദിക്കുവാണ് കഥ കേട്ടതിന് ശേഷം ഇനി അടുത്ത വാചകം അടുത്ത ഡയലോഗ് എന്താണ് എഴുതേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇത്രയും വിശദാംശങ്ങൾ പറഞ്ഞു തന്നു. ഇത് പ്രായോഗിക തലത്തിൽ വരുത്താൻ അതിനുള്ള കഴിവുള്ളവർക്ക് അത് നടത്തി ഇതുപോലെ ഈ നാട്ടിൽ ലാഭം കൊയ്ത് നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിനെല്ലാത്തരം പ്രോത്സാഹനവും നൽകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഈ വ്യവസായം തുടങ്ങുന്നതിന് നിങ്ങൾക്കൊരു തടസ്സം നേരിട്ടാൽ നിയമപരമായ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാനായിട്ട് നിയമം അനുശാസിക്കുന്നതായ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസിൽ തടസ്സം നേരിട്ടാൽ അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിന് ഇടപെടുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. കാരണം അത്രയും പെട്ടെന്ന് അതിൻ്റെ തടസ്സങ്ങൾ നീക്കി മില്ലുകൾ വരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തുടങ്ങാൻ പറ്റുന്നവരത് തുടങ്ങുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അനേക ആളുകൾ ഏതെങ്കിലും ഒരു മുറി വീഡിയോയോ പകുതിയോ കണ്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവരുടെ ചോദ്യത്തിനെല്ലാം ഉത്തരം മറ്റ് വീഡിയോകളിൽ കിടപ്പുണ്ട്. അതുകൂടെയൊക്കെ കാണാൻ മെനക്കെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. മാത്രമല്ല ഒരു വ്യവസായത്തിന് ഇറങ്ങുന്നയാൾ അലസന്മാർക്ക് പറ്റുന്ന കാര്യമല്ല. ശരിയായി കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുള്ളവർക്കാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ടുള്ള മനസ്സ് വെക്കുന്നവർക്കാണ്. അങ്ങനെ പഠിക്കുന്നവർക്കായി ഞാൻ പറഞ്ഞല്ലോ അവരുടെ വിജയം അവർ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. Thank you for watching. Thank you for subscribing. All the best.